കണ്ടിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിട്ടുട്ടോ. വീട്ടിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഗുരുവായൂർ എത്തൂട്ടോ. ഇപ്പൊ തന്നെ ഐശ്വര്യമായിട്ട് കണിയും കണ്ടു, 2 ആനേനെയും കണ്ടുട്ടോ. ഗംഗയ്ക്കിനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞാല് അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഗുരുവായൂർ അമ്പലത്തില് നെയ്സേവ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. വിഷു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴലും കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിട്ടോ. അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്, വിശക്കുന്നു ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുന്ന നേരത്തായിട്ട് അതേ സൂര്യചേച്ചിനെ കണ്ടത്. അങ്ങനെ ചേച്ചിനായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. ചേച്ചി എനിക്ക് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതേ ജാൻവിനെയും ശാൽവിനെയും വിനി ആന്റിനെയും കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കത്തിയൊക്കെ വെച്ചിട്ട് നേരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാറിൽ കയറിട്ടോ. മുടി അങ്ങോട്ട് അയച്ചിട്ടപ്പോൾ എനിക്ക് സമാധാനമായത്. വരുന്ന വഴിക്ക് നല്ലോണം ദാഹിച്ച കാരണം ഈ ഒരു സർബത്ത് കടയിലേക്ക് ഞങ്ങൾ കയറിട്ടോ. ഇവിടെ നല്ല കിടിലൻ സാധനങ്ങൾ കിട്ടൂട്ടോ. അങ്ങനെ ഇതാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് എന്താ സാധനം എനിക്കറിയില്ല, കുടിച്ചപ്പോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും പിന്നെ സർബത്ത് പറഞ്ഞിട്ടുണ്ടായേ. അവിടെ നിന്ന് 2 ഉപ്പിലിട്ട മാങ്ങയും മേടിച്ചു കേട്ടോ. വിഷുവിന്റെ വിശേഷം ഇവിടെ അവസാനിക്കില്ല കേട്ടോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.